ഇത് ഉച്ചയ്ക്ക് 1 മണിയോടെ പുറപ്പെട്ട ട്രെയിനാണോ തമ്പാനൂരിൽ നിന്ന്? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ ട്രെയിൻ ഏത് സമയത്ത് അവിടെ എത്തി? അതിനുശേഷം കുട്ടി മറ്റെവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ പോലീസ് ഇപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ തമിഴ്നാട് പോലീസിന് വിവരം കൈമാറിയിരിക്കുന്നത്, അല്ലേ? ഉറപ്പായിട്ടും അതിൽ പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട്. അതായത് പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് പോയി കന്യാകുമാരി വരെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോലീസ് തന്നെ നടത്തുന്നുണ്ട്. കാരണം അതിനപ്പുറത്തേക്ക് പോകാൻ പെൺകുട്ടിയുടെ കയ്യിൽ കാര്യമായ പണമില്ല. അപ്പോൾ കന്യാകുമാരി ഭാഗം കേന്ദ്രീകരിച്ച് 40 രൂപ മാത്രമാണ് പെൺകുട്ടിയുടെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ കന്യാകുമാരി ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ആ പെൺകുട്ടി ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കന്യാകുമാരി SP ഓഫീസുമായി തിരുവനന്തപുരം സിറ്റി പോലീസ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഉടൻ തന്നെ, അതായത് വലിയ അലയൻസ് ഉള്ള 2 സംവിധാനങ്ങളാണ് കന്യാകുമാരി പോലീസും തിരുവനന്തപുരം സിറ്റി പോലീസും. അതിനോടകം തന്നെ വേഗത്തിൽ ഈ പെൺകുട്ടിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് നമുക്കൊരു വിവരമായി ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും. അങ്ങനെ ആശ്വാസകരമായ ഒരു വാർത്ത, പെൺകുട്ടി എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം മതിയായിരിക്കും. ഒരുപാട് നേരമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കാരണം കന്യാകുമാരി പോലീസ് ഇതിനോടകം തന്നെ ആ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഈ വിവരം ഉറപ്പിച്ചപ്പോൾ തന്നെ ട്രെയിനിന്റെ ഈ ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനാണ്. അപ്പോൾ അവസാനത്തെ സ്റ്റോപ്പിൽ കുട്ടി ഇറങ്ങാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കന്യാകുമാരി പ്രദേശത്ത് കുട്ടി ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരി പോലീസിനോട് അന്വേഷണം നടത്തണമെന്ന് അല്പസമയം മുൻപ് കേരള പോലീസ് അറിയിച്ചിട്ടുള്ളത്, തിരുവനന്തപുരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. അവർ അവരുടെ യൂണിറ്റുകളോട്, സ്പെഷ്യൽ യൂണിറ്റുകളോട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട DCPയും CPയും കമ്മീഷണറും നമ്മളോട് അറിയിക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കമ്മീഷണർ സ്പർജൻ കുമാർ തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ വിളിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് അഭ്യൂഹങ്ങൾ, അവസാന നിമിഷത്തെ ഗസ്റ്റ് ടോക്കുകൾ, ഇതിനൊന്നും പ്രസക്തിയില്ല. ഒരൊറ്റ മിനിറ്റിലാണ് ഇത് മാറി മറിഞ്ഞത്, ഒരൊറ്റ ഫോട്ടോയിലാണ് ഇത് മാറി മറിഞ്ഞത്. ഈ പെൺകുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ട ട്രെയിൻ യാത്രക്കാരിയായ ഭവിതയാണ് ഈ ചിത്രം പകർത്തിയത്. ശേഷം ടെലിവിഷനിലടക്കം ഈ ഫോട്ടോകൾ, കുട്ടിയുടെ ഫോട്ടോകൾ പ്രചരിപ്പിച്ചപ്പോൾ പോലീസുമായി ബന്ധപ്പെടുകയും ഈ വിവരം അറിയിക്കുകയും ധരിപ്പിക്കുകയുമായിരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച ഈ പെൺകുട്ടിയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കടമ്പ. അതിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ DCPയെ നേരിൽ കണ്ട് ഇനി എന്ത് ആക്ഷൻ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിനും വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടാകും. പക്ഷേ കഴക്കൂട്ടം പോലീസിന്റെ ഒരു സംഘം ഇന്ന് പുലർച്ചയോടുകൂടി കന്യാകുമാരിയിലേക്ക് പോകാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് അങ്ങനെ കടക്കുകയും ചെയ്യും. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 24 ബിഗ് ബ്രേക്കിംഗ്. കാണാതായ പെൺകുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തു എന്നുള്ള നിർണായക വിവരം 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്. പെൺകുട്ടിയുടെ ഒരു ചിത്രം പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഇതേ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഭവിത എന്നുള്ള യാത്രക്കാരിയാണ് ഈ കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ട് ഈ ചിത്രം പകർത്തിയത്. പിന്നീട് കാണാതായ കുട്ടിയെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ ഭവിത ഈ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് പോലീസിന് ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ തമിഴ്നാട് പോലീസിനെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. കുട്ടി യാത്ര ചെയ്തത് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട്, തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, തിരച്ചിൽ ഇപ്പോൾ നടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായ വിവരമാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും. ഷഫീദ്, പോലീസ് ഇതിനോടകം മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കുട്ടി 1 മണിയോടെ തമ്പാനൂരിൽ എത്തുന്നു. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിനിൽ കയറി യാത്ര തിരിക്കുന്നു. 40 രൂപ മാത്രമേ ആ കുഞ്ഞിന്റെ കയ്യിലുള്ളൂ. അങ്ങനെയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമല്ലേ ഷഫീദ്? ഉന്മേഷ്, ഉറപ്പായിട്ടും. കാരണം 2 കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇത് ഏതാണ്ട് പോലീസ് ഉറപ്പിക്കുന്ന ടൈമിംഗും കൂടിയാണ്. കാരണം ഒരു സമയം, അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. 10 മണി പെൺകുട്ടി ഒരു പക്ഷേ നടന്നിട്ടുണ്ട്. ശേഷം ഏതെങ്കിലും വാഹനത്തിൽ എന്നുള്ള കാര്യത്തിൽ പോലും 1 മണിക്ക് ഈ തമ്പാനൂരിൽ നിന്ന് കുട്ടിക്ക് കയറാനുള്ള സമയം, സാവകാശം, അതൊരു കറക്റ്റ് ടൈമിംഗ്, ഒരു ആക്ച്വൽ ടൈമിംഗ് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ചിത്രമടക്കം കാര്യങ്ങളുമായി സ്ഥിരീകരിച്ച് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ കയറുന്നു. ഒടുവിൽ ഈ കുട്ടി കന്യാകുമാരിയിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. റേഞ്ച് കുറവുകൊണ്ടാണ്. ഷഫീദിലേക്ക് എത്താം. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 24 ആണ് ഈ വാർത്ത ആദ്യം ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ
കുട്ടി കാണാതായ പെൺകുട്ടി 13 വയസ്സുകാരിയായ അസം സ്വദേശി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തു. അത് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്തു എന്നുള്ള നിർണായക വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസിനെ ബന്ധപ്പെട്ടിരിക്കുന്നു കേരള പോലീസ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അല്പ സമയത്തിനകം ഈ കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം ലഭ്യമാകും എന്നാണ് കരുതപ്പെടുന്നത്. കന്യാകുമാരിയിൽ കുട്ടിയുണ്ടോ അതോ മറ്റെവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ, അങ്ങനെ തമിഴ്നാട് പോലീസിന്റെ വിവരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. കുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തു ഉച്ചയ്ക്ക് 1 മണിയോടെ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഈ ചിത്രം ഇതേ ട്രെയിനിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരി പകർത്തിയതാണ്. ഈ കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടാണ് ഈ യാത്രക്കാരി ഈ ചിത്രം പകർത്തിയത്. അതിന് പിന്നാലെ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത വന്ന ഘട്ടത്തിലാണ് ഈ ചിത്രം പോലീസിന് കൈമാറിയത്. അങ്ങനെ ആ ചിത്രം പോലീസ് പരിശോധിക്കുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ചിത്രം അയച്ചു കൊടുക്കുന്നു. അങ്ങനെ മാതാപിതാക്കൾ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നു, തങ്ങളുടെ കുട്ടിയാണ്, തങ്ങളുടെ മകളാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. തമിഴ്നാട് പോലീസ്, കന്യാകുമാരി പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അല്പ സമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകും. കുട്ടി ഇപ്പോൾ എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് കരുതുന്നത്. ഏതായാലും കുട്ടി എവിടേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത്, ഏത് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ തുടക്കത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അറിയിച്ചത് നഗരഭാഗത്തേക്ക്, കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് കുട്ടി യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയത്. അതിനെ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത കുട്ടി തമ്പാനൂരിലെത്തി, അവിടെ നിന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി, അവിടെ നിന്ന് കുട്ടി ട്രെയിൻ കയറി എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ ചേരുന്നുണ്ട് വീണ്ടും വിവരങ്ങളുമായി. ഷഫീദ്, പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന്? പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കേരള പോലീസിന്റെ സംഘം തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഇന്ന് കഴക്കൂട്ടം പോലീസിൽ നിന്നൊരു സംഘം, സിറ്റി പോലീസിന്റെ സ്പെഷ്യൽ ടീമുകളിൽ നിന്നുള്ള സംഘങ്ങളടക്കമുള്ള ഒരു സംഘം ഉടൻ തന്നെ തമിഴ്നാട്ടിലേക്ക് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിലാണ് യാത്ര ചെയ്തത്. ട്രെയിൻ കയറിയത് 1 മണിക്കാണ്. ഫോട്ടോ എടുത്ത യാത്രക്കാരെ കയറിയത് പാറശാലയിൽ നിന്ന്. അപ്പോൾ തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറായ പാറശാലയിൽ നിന്ന് കയറിയ ബബിത എന്ന യാത്രക്കാരിയാണ് ഈ ഫോട്ടോ എടുത്തത്. ബബിതയെ ട്രാക്ക് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ കൂടുതൽ വെയറബോട്ട്സ്, ബബിത എവിടെയാണ് ഇറങ്ങിയത്, പെൺകുട്ടി എവിടെയാണ് ഇറങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ നമ്മളും ഒരു ശ്രമം നടത്തുന്നുണ്ട്. പോലീസ് ഇതിനോടകം തന്നെ ബബിതയുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്, നമുക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ബബിത ഇങ്ങോട്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്നുള്ളത് ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ആ ചിത്രം, നമ്മളിപ്പോൾ പുറത്തുവിട്ട ആ ചിത്രം നിർണായകമായി മാറുകയാണ്. ഈ പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് പോയെന്ന് പോലീസ് സ്ഥിരീകരിച്ച ചിത്രമാണത്. അത് ഈ ഉച്ചയ്ക്ക് 1 മണിക്ക് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ കയറി പെൺകുട്ടി യാത്ര തിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്നത് 40 രൂപ മാത്രം. ട്രെയിനിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന കുട്ടിയെ കണ്ട പാറശാലയിൽ നിന്ന് ട്രെയിനിൽ കയറിയ ബബിത എന്ന യാത്രക്കാരി, എന്ന സഹയാത്രക്കാരിയാണ് ചിത്രം പകർത്തുന്നത്. ശേഷം ഈ ചിത്രം പോലീസിനടക്കം കൈമാറുകയായിരുന്നു. പോലീസിനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും 2 കടമ്പകൾ അവശേഷിക്കുന്നത്. ഒന്നാമത്തെ കടമ്പ കണ്ടെത്തണം. രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ഏത് രീതിയിൽ നമ്മൾ ഇവിടേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം, അതും കണ്ടെത്തണം. അങ്ങനെ 2 പ്രധാനപ്പെട്ട കടമ്പകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കേരള പോലീസിന്റെ ഒരു സംഘം ഉടൻ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കന്യാകുമാരി പോലീസ് ഇതിനോടകം തന്നെ അവരുടെ സ്പെഷ്യൽ സ്ക്വാഡുകളടക്കം അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശംഖുമുഖത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ കണ്ടതുപോലെ ഏതെങ്കിലും കൽമണ്ഡപത്തിലോ അല്ലെങ്കിൽ ആ കന്യാകുമാരി ഭാഗത്തെ ഏതെങ്കിലും സ്ഥലത്തോ ആ ക്ഷേത്ര പരിസരത്തോ ഒക്കെ കുഞ്ഞുണ്ടാകാം എന്നുള്ള ഒരു ആഗ്രഹം, എന്നൊരു പ്രാർത്ഥന. കുഞ്ഞിനൊന്നും പറ്റാതെ ഈ പെരുമഴയൊക്കെ അതിജീവിച്ച കുഞ്ഞവിടെ തന്നെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന. കുഞ്ഞ് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും പോസിറ്റീവായി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും ഒക്കെ കഴിയുക. അല്പസമയം മുൻപ് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ നമ്മൾ വളരെ നിർണായകമായ ഒരു മൊഴി എന്ന രീതിയിലേക്ക് ഒരു കാര്യം ലഭിച്ചപ്പോഴും അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു വിവരമുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മളെല്ലാം ക്രോസ് ചെക്ക് ചെയ്യും, എല്ലാ വിവരങ്ങളും എടുക്കും. ആ സമയത്ത് തന്നെ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്, ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ഞങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്, ഞങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ, ഞങ്ങളൊന്ന് സ്ഥിരീകരിച്ചോട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വിവരം ഇതായിരുന്നു. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ നിയാസ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചതായിരുന്നു ആ വിവരം. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ വിവരം അദ്ദേഹം പൂർണ്ണമായി നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നില്ല. പക്ഷേ ആ വിവരം നമുക്ക് ലഭിച്ചു, മറ്റൊരു വഴിയിൽ ആ വിവരം കണ്ടെത്തി. അങ്ങനെ ആ വിവരം
വിടുമ്പോൾ അപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് സത്യമായിരിക്കണമെന്ന് മാത്രമാണ്. കാരണം ഈ മണിക്കൂറുകൾ നിർണായകമായ മണിക്കൂറുകളാണ്. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ ഒന്ന് കണ്ടെത്തണം, നമുക്ക് ആ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് മാത്രം ആഗ്രഹം മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഏതായാലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി എങ്ങോട്ടേക്ക് യാത്ര ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് ആ പെൺകുട്ടി എവിടെയുണ്ട്, കന്യാകുമാരിയിൽ തന്നെ ഉണ്ടോ, കന്യാകുമാരിയിൽ ഏത് ഭാഗത്താണ് ആ പെൺകുട്ടി ഉള്ളത് തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ രീതി അന്വേഷണം അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അഖിൽ ഷാ അവരുടെ മാതാപിതാക്കളോട് നേരിട്ട് തന്നെ ചോദിച്ച കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ മകൾ തന്നെയാണ്, ആ പെൺകുട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അടുത്തവരുടെ പ്ലാൻ അവർ മാറ്റുകയാണ്. കന്യാകുമാരി പോലീസ് അന്വേഷണം ആരംഭിക്കും. കേരള പോലീസിൽ നിന്നൊരു സംഘം അസിസ്റ്റ് ചെയ്യും. അതിനുള്ളിൽ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അത് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകരോട് സന്തോഷത്തോടെ പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഒരു പ്രതീക്ഷയാണ്, നമ്മുടെ ആഗ്രഹമാണ്. ഈ രാത്രി അത്രയും നമ്മൾ കാത്തിരുന്ന ആ പെൺകുട്ടിയെ, ആ കുരുന്നിനെ നമുക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് കിട്ടണം, കണ്ടെത്താൻ കഴിയണം. ആ മാതാപിതാക്കളെ തീരാക്കണ്ണീരിലേക്ക് വിടരുതെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ DCP ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പ്രതികരണം നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും വളരെ വൈറ്റലായിട്ടുള്ളൊരു വിവരം പങ്കുവെക്കുമ്പോൾ, വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിവരം പങ്കുവെക്കുമ്പോൾ ദാ ഇവിടെ നമുക്ക് DCP അടക്കം ബൈറ്റ് അത് നിർണായകമാകും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടക്കം കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് ആ വിവരം? ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ശ്രമിക്കുകയാണ്. കഴക്കൂട്ടം ACP അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാതെ അകത്തേക്ക് കയറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് പറയൂ. ഷഫീദ്, അല്പസമയത്തുള്ള DCP അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുട്ടിയെ അല്പസമയത്തുള്ള DCPയുടെ പ്രതികരണം നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് ആ പ്രതികരണം നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വളരെ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ മിനിറ്റിൽ പുറത്തു വരുന്നത്. ഈ ഓഫീസിനുള്ളിൽ DCP ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഈ DCP ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തുള്ള മാധ്യമങ്ങളെ കണ്ട് നമ്മളെ സംബന്ധിച്ച് ഉന്മേഷ 2 മണിക്കൂർ മുൻപ് നമ്മൾ ഇതേ ഓഫീസിൽ നിന്നപ്പോഴാണ് പോലീസിന് ഒരു വിവരം കിട്ടുന്നത്, പാലക്കാട് നിന്ന് കുട്ടിയെ കണ്ടെത്തിയെന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷേ അത് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി വലിയ ആശ്വാസത്തോടുകൂടിയൊക്കെ പങ്കുവെച്ചെങ്കിലും പക്ഷേ പിന്നീട് അതൊരു ആശ്വാസകരമായിട്ട് അല്ലാത്തൊരു കാര്യമായി മാറി. കാരണം ആ വിവരം നമുക്കത് സ്ഥിരീകരിക്കാൻ പോലീസിനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രമടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ വൈറ്റലാണ്. അത് ഈ അന്വേഷണത്തിൽ ആ പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്, അത് കന്യാകുമാരി ഭാഗത്ത് തന്നെ ആ കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ DCP ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കും. നമ്മൾ ഈ DCP ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, കന്യാകുമാരി ഭാഗത്ത് തന്നെ കുഞ്ഞുണ്ടാവട്ടെ, ആ കുഞ്ഞ് കന്യാകുമാരി ഭാഗത്ത് ആ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയട്ടെ, കന്യാകുമാരി പോലീസിന്റെ പരിശോധനയിൽ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. ഏതായാലും DCP ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. അവർ അപ്പോൾ പറയും എന്താണ് തമിഴ്നാട് പോലീസ് നൽകുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ള കാര്യം നമുക്കത് പറയാൻ അവർ ആ രീതിയിൽ അവർ കൺഫേം ചെയ്ത് പറയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ആ വിവരം നമ്മൾ പുറത്തുവിട്ട ആ വിവരം ശരിയായിരുന്നു, അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. വലിയ ആശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആശ്വാസമുണ്ടാക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത് നമ്മളെ സംബന്ധിച്ചത് വലിയ ആശ്വാസകരമായ ഒരു കാര്യവും സന്തോഷമുണ്ടാക്കുന്ന കാര്യവുമാണ്. കാരണം ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ ആ കുടുംബത്തിന്റെ കണ്ണിലെ തിളക്കം നമ്മൾ കണ്ടതാണ്. കുഞ്ഞിന്റെ ചിത്രം കണ്ടപ്പോൾ ആ മാതാവിന്റെയും പിതാവിന്റെയും കണ്ണിലെ തിളക്കം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവരുടെ മുഖം നമ്മൾ കാണുകയാണ്. വലിയ വിഷമത്തിലായിരുന്നു ആ വീട്. ആ വീട്ടിലിപ്പോൾ ആ കുട്ടി എവിടെയുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിലെ പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ്. DCP ഒരു യോഗം ചേരുകയാണ് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുമായി. അതിനുശേഷം അവർ ആ മറുപടി പറയും. കന്യാകുമാരി പോലീസിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേഷനുകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്യും. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ വിവരം 24 പുറത്തുവിട്ടിരിക്കുന്നു. കാണാതായ പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. പ്രേക്ഷകർക്ക് ട്രെയിനിൽ നിന്നുള്ള ചിത്രങ്ങളും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടെ തമ്പാനൂരിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തത് എന്നതാണ് നിർണായകമായ വിവരം. പെൺകുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ട ഒരു യാത്രക്കാരി എടുത്ത ചിത്രമാണ്. പിന്നീട് ഈ കുട്ടിയെ കാണാതായി എന്നുള്ള വാർത്ത വരുമ്പോൾ
അത് ആ യാത്രക്കാരി അറിയുന്നു, പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. അങ്ങനെ ആ യാത്രക്കാരി അയച്ചു കൊടുത്ത ചിത്രമാണ് ഇത്. അത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൈമാറി കുട്ടിയുടെ തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിനോടകം പോലീസ് ഇപ്പോൾ കേരള പോലീസ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന് വിവരം കൈമാറിയിരിക്കുന്നു. കന്യാകുമാരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തിരച്ചിൽ ഒരുപക്ഷെ പരിശോധന ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്ത് വിവരമാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ കേരള പോലീസിന് കൈമാറിയിരിക്കുന്നത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. കുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ തമിഴ്നാട് പോലീസിന് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോയ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ ഈ കുട്ടി യാത്ര ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാറശാലയിൽ നിന്ന് കയറിയ ഒരു യാത്രക്കാരിയാണ് ഈ ചിത്രം പകർത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 മണിക്കാണ് ഈ ട്രെയിൻ തമ്പാനൂരിൽ നിന്ന് അഥവാ തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ചത്. പാറശാലയിൽ നിന്ന് കയറിയ ഭവിത എന്ന യാത്രക്കാരിയാണ് ഈ ചിത്രം പകർത്തിയത്. അതിന് കാരണമായി പറയുന്നത് ഈ കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായി അവർ കണ്ടു. തുടർന്ന് ഈ ചിത്രം എടുത്ത് വെക്കുകയായിരുന്നു. പിന്നീട് മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലൊരു കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഈ കുട്ടിയുടെ ഫോട്ടോ പോലീസിന് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു എന്ന് പോലീസിനെ അവർ അറിയിക്കുകയും ചെയ്തു. പോലീസ് അവരെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നത്. കുട്ടിയുടെ ചിത്രം മാതാപിതാക്കളെ കാണിച്ചു കൊടുത്ത് പോലീസ് തന്നെ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കാണാതായ കുട്ടി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട് എന്നതാണ് ഇനി അറിയേണ്ടത്. ആ ട്രെയിൻ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനാണ്. അപ്പോൾ കുട്ടി കന്യാകുമാരിയിലാണോ ഇറങ്ങിയിട്ടുള്ളത്, അതോ ഇടയ്ക്ക് മറ്റെവിടെയെങ്കിലും സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആ വിവരം ഇനിയും കേരള പോലീസിന് കിട്ടേണ്ടതുണ്ട്. കേരള പോലീസ് സംഘം അവിടേക്ക് യാത്ര തിരിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ തമിഴ്നാട് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാകും. കാരണം ഇവിടെ നിന്ന് പോലീസ് വിവരം കൈമാറിയിട്ടുണ്ട്. കന്യാകുമാരി SP അടക്കം വിവരം കൈമാറിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇതിനോടകം കന്യാകുമാരി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാകും. തമിഴ്നാട് കേന്ദ്രീകരിച്ച് കന്യാകുമാരി കേന്ദ്രീകരിച്ച് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം നമ്മൾക്കിപ്പോൾ ലഭ്യമാകുന്നില്ല. കുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം ഇപ്പോൾ അറിയില്ല. പക്ഷേ അതിലേക്ക് വൈകാതെ തന്നെ കടക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമ്മൾക്കുള്ളത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, പോലീസിന്റെ സ്ഥിരീകരണം എപ്പോൾ പ്രതീക്ഷിക്കാം ഇക്കാര്യത്തിൽ ഷഫീദ്? അല്പസമയത്തിനകം ഷഫീദ് റാവുത്തർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകും. ഇപ്പോൾ പെൺകുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ തമിഴ്നാട് പോലീസിന് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ വരുന്ന നിർണായകമായ വിവരം കാണാതായ പെൺകുട്ടിയെ, കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കുറിച്ചുള്ള വിവരം പോലീസിന് കൃത്യമായി തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോയ ട്രെയിനിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു യാത്രക്കാരിയും എടുത്ത ചിത്രമാണ് ഇത്. ആ കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടിട്ടാണ് യാത്രക്കാരി ഈ ചിത്രം പകർത്തിവെച്ചത്. പിന്നീട് മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കാണാതായി എന്ന് അറിഞ്ഞപ്പോൾ ഈ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഈ ചിത്രം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തു. അത് അവരുടെ കുട്ടി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. ഇനി പോലീസ് തമിഴ്നാട് പോലീസിനെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തിരക്കാനുള്ള ശ്രമത്തിലാണ്. തമിഴ്നാട് പോലീസിന് വിവരം കൈമാറിയിട്ടുണ്ട്. കുട്ടിയുടെ ഈ ചിത്രം കൈമാറിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എവിടെയാണ് കുട്ടി ഉള്ളത് എന്നത് അറിയേണ്ടതുണ്ട്. കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനാണ് അത് എന്നതുകൊണ്ട് തന്നെ കുട്ടി അവിടെയാണോ ഇറങ്ങിയത് എന്നതിൽ തമിഴ്നാട് പോലീസ് വ്യക്തത വരുത്തി. അവരുടെ അന്വേഷണം ആ നിലയ്ക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം കുട്ടിയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു എന്നൊരു വിവരം നമ്മൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള പോലീസിന് ആ വിവരം ഔദ്യോഗികമായി തമിഴ്നാട് പോലീസ് കൈമാറിയാൽ ആ വിവരവും നമ്മൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഏതായാലും കുട്ടിയുടെ ചിത്രം പകർത്തിയത് ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരിയാണ്. പാറശാലയിൽ നിന്ന് കയറിയ ഭവിത എന്ന യാത്രക്കാരി പകർത്തിയ ചിത്രമാണ് ഇത്. കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടിട്ടാണ് ചിത്രം പകർത്തിയത് എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത്. അത് നിർണായകമാവുകയും ചെയ്തു. പോലീസിന്റെ വ്യാപക തിരച്ചിൽ നടക്കുന്ന സമയത്താണ് ഈ വിവരം പോലീസിന് ലഭിക്കുന്നത്. അവർ ആ യാത്രക്കാരിയെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാറശാലയിൽ നിന്ന് കയറിയപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയെ കണ്ടത് എന്നവർ പോലീസിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരള പോലീസ് തമിഴ്നാട് പോലീസിന് ഈ വിവരങ്ങൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. കന്യാകുമാരി SP തന്നെ പോലീസ് ഇപ്പോൾ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കന്യാകുമാരി പോലീസ് ഇതിനോടകം തന്നെ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. കന്യാകുമാരിയിൽ റെയിൽവേ സ്റ്റേഷൻ സമീപത്തോ മറ്റേതെങ്കിലും ഭാഗത്തോ ഈ കുട്ടി ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒരുപക്ഷെ തമിഴ്നാട് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടായിരിക്കും. അഖിൽ ഷാ അൻസാർ ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഈ പോലീസ് ഈ കുട്ടിയുടെ കുടുംബത്തെ മറ്റെന്തെങ്കിലും
കൂടുതൽ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഇതിനോടകം അഖിൽ ഷാ? ഉന്മേഷ്, നിലവിൽ ഈ ഫോട്ടോ മാത്രം ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കാണിച്ച് പോലീസ് വെരിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അത് കുട്ടി തന്നെയാണോ എന്ന് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ കുട്ടിയുടെ ചിത്രം ഇപ്പോൾ നിലവിൽ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തു. എന്തായാലും അവർ ആ ചിത്രം കാണുകയും അത് ഈ ACP അടക്കം അത് തങ്ങളുടെ കുട്ടിയാണെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ആശ്വാസം അവരുടെ മുഖങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കാര്യം കഴിഞ്ഞ 19 മണിക്കൂറായി തങ്ങളെ കുട്ടിയെ കാണാനില്ലായിരുന്നു. അതിന്റെ വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു ഈ മാതാപിതാക്കൾ. ഇത്തരത്തിൽ ട്രെയിനിൽ ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു ആശ്വാസം, വളരെ വലിയൊരു ആശ്വാസം ഈ മാതാപിതാക്കളുടെ മുഖങ്ങളിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇനിയുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കാൻ ഈ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ കൂടി തയ്യാറാകേണ്ടതുണ്ട്. ഈ DCPയുടെ അടക്കമുള്ള ആളുകളുടെ പ്രതികരണത്തിനായുള്ള ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നതിന് ശേഷം മാത്രമേ ഏത് തരത്തിലാകും ഇനിയുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. എന്തായാലും കുട്ടി നിലവിൽ കന്യാകുമാരി എത്തിക്കാണാം. നിലവിൽ ആ ട്രെയിനിന്റെ ഈ സ്റ്റാറ്റസ് കണക്കിലെടുത്താൽ ഇത്തരത്തിൽ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ച് വിപുലമായ, വളരെ വ്യാപകമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലാകും ഇത്തരത്തിൽ കേരള പോലീസും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസും തമ്മിൽ ഉണ്ടാവുക, ഏത് തരത്തിലായിരിക്കും അന്വേഷണം അവിടെ നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ട അധികൃതരും പറയുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ കഴക്കൂട്ടം ACP പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇതിൽ വ്യക്തമായ കൃത്യമായ ഒരു ലീഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ACP പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ കുട്ടിയുടെ വളരെ നിർണായകമായ, ഈ കുട്ടി യാത്ര ചെയ്യുന്ന വളരെ നിർണായകമായ ഒരു ചിത്രം ഒരു യാത്രക്കാരി എടുത്ത് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടി ഈ ട്രെയിനിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യം ഈ യാത്രക്കാരി, പാറശാല സ്വദേശിയായ യാത്രക്കാരി കാണുന്നത്. അതിന് പിന്നാലെ ഇത്തരത്തിലൊരു സംശയം തോന്നിയതുകൊണ്ടാണ് ചിത്രം അത്തരത്തിൽ എടുത്തത്. അതിന് പിന്നാലെ ഇത് വലിയ വാർത്തയാവുകയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ഈ ചിത്രം പോലീസിന് കൈമാറിയത്. എന്തായാലും അത്തരത്തിൽ ആ ചിത്രം പോലീസിന് കൈമാറിയതോടുകൂടി വളരെ നിർണായകമായ ഒരു ലീഡിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ കന്യാകുമാരിയിൽ ഈ കുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് ഈ കുട്ടി പോയി കാണും, എവിടെയാണ് ഈ കുട്ടി ഉള്ളതെന്നുള്ള അടക്കമുള്ള അന്വേഷണങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട്. മറ്റൊരു സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം ആണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ വിശദമായൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് DCP അടക്കമുള്ളവരുടെ പ്രതികരണം അതിനാവശ്യമാണ്. ഏത് തരത്തിലുള്ള അന്വേഷണം ഈ തമിഴ്നാട്ടിൽ നടത്തും, തമിഴ്നാട് പോലീസുമായി യോജിച്ചുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും അന്വേഷണം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിലാകും കണക്കാക്കുക. എന്തായാലും ആശ്വാസകരമായൊരു വാർത്തയാണ് വരുന്നത്. അതായത് വളരെയധികം നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ കുട്ടിയിലേക്കുള്ള ഒരു ലീഡിലേക്ക്, കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതടക്കമുള്ള ഒരു ലീഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഉന്മേഷ്.